നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ അമ്മേ. ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കാറ് പെട്ടെന്നൊന്ന് കേടായി. ഞങ്ങൾ ആകെ ടെൻഷനായി പോയമ്മേ. കുഴപ്പമില്ല, അമ്മ ടെൻഷനാവണ്ട. ഇറങ്ങിയിട്ട് തിരിച്ചു കയറുന്നത് അശുഭമല്ല. അതുകൊണ്ട് ഓഫീസിൽ കയറി മറ്റൊരു വാഹനത്തിലാണ് ഞങ്ങളുടെ യാത്ര. ഇല്ല, വിളിച്ചില്ല. അവിടെ എത്തി തിരുമേനിയെ കണ്ടതിന് ശേഷം വിളിക്കാം. അവിടെ കയറിയിട്ടേ പോകൂ. ശരി അമ്മ. നമ്മള് സൂര്യമംഗലത്തെ ഇളയത് തിരുമേനെ കാണുന്നതിന് മുമ്പേ തന്നെ അമ്മയ്ക്ക് ടെൻഷനായില്ലേ? പാവം, നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അമ്മയുടെ മനസ്സിൽ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. അമ്മയുടെ പ്രാർത്ഥന നമുക്കൊപ്പം ഉണ്ടാവും. അല്ല, ഈ സൂര്യമംഗലത്ത് മനയിൽ നമ്മൾ എപ്പോ എത്തും? ഇന്നിനി അവിടെ എത്തില്ല. ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് നാളെ യാത്ര തുടങ്ങാൻ പറ്റും. ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ നമ്മൾ അവിടേക്ക് ചെല്ലുന്നത് സൂര്യമംഗലത്ത് തിരുമേനിക്ക് ഇഷ്ടക്കേടായാലോ? അങ്ങനെയുള്ളൊരു പതിവ് സൂര്യമംഗലം ഇല്ലത്തില്ല എന്നാ നമ്മുടെ കുടുംബ ജോലിച്ചർ പറഞ്ഞത്. സൂര്യമംഗലത്ത് ഒരാൾ ചെല്ലുന്ന സമയം, നിമിത്തം എന്നിവ നോക്കിയാണ് അദ്ദേഹം പ്രശ്നം വയ്ക്കുന്നത്. ഇനി നമ്മൾ ചെല്ലുമ്പോ എങ്ങനെ ആവുമെന്നറിയില്ല. അത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക്. സമയദോഷമുള്ളവൻ എവിടെ ചെന്നാലും ദോഷം മാറില്ലല്ലോ. രോഗത്തിന് മരുന്നുള്ളതുപോലെ ദോഷങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും. നമ്മളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്, എന്തിനാ നിരാശപ്പെടുന്നത്? ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പ്രയാസവും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. നിന്റെ ഈ വാക്കുകളാണ് എന്റെ ഊർജം. സൂര്യമംഗലം തിരുമേനിയെ കാണുന്നതോടെ നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തോടെയാണ് ഈ യാത്ര. പിന്നെ ഗൗതം, സൂര്യമംഗലത്തേക്ക് പോകുന്നതിന് മുൻപ് തൃക്കണ്ണാപുരം ക്ഷേത്രത്തിൽ കയറുന്ന കാര്യം മറക്കല്ലേ? നീ മറന്നാലും ആ കാര്യം ഞാൻ മറക്കില്ലല്ലോ. കുടുംബജോലിച്ചർ എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞതാ. അവിടെ ചെന്നിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ട്. അതെന്ത് കാര്യം? അതവിടെ ചെന്നിട്ട് പറയാം. ദേവി ഭഗവതി, അവിടുത്തെ അനുഗ്രഹം ഉണ്ടാവണേ. അമ്മേ ഭഗവതി, എല്ലാം ശുഭകരമായിട്ട് നടക്കണേ. സൂര്യമംഗലത്തേക്കല്ലേ യാത്ര? അതെ തിരുമേനി. മഹാമൃത്യുഞ്ജയ യന്ത്രമാണിത്. ഈ യന്ത്രം സദാസമയവും കൂടെ കരുതണം. ഇത് എവിടെയും നഷ്ടപ്പെട്ടു പോകരുത്. ഇത് കൂടെയുണ്ടെങ്കിൽ നേർക്ക് നേരെ വരുന്ന ഏതാപത്തും തട്ടി നീങ്ങി അകലും. സൂര്യമംഗലത്തേക്കുള്ള നിങ്ങളുടെ യാത്രാലക്ഷ്യം ശുഭകരമാവട്ടെ. ശരി. ശരി ശരി. എന്താ ഗൗതം, അത് കാണുന്നില്ല. ആ യന്ത്രം എവിടെയോ പോയി. ആ യന്ത്രം നഷ്ടപ്പെട്ടോ? അത് നഷ്ടപ്പെടുത്തരുതെന്ന് തിരുമേനി പറഞ്ഞതല്ലേ? ഇവിടെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും. വാ, നമുക്ക് നോക്കാം. ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്റെ ദേവി, അത് പൂജിച്ച് വാങ്ങിയ ഉടനെ നഷ്ടപ്പെട്ടത് ദോഷമാണോ? നീ ടെൻഷൻ ആവാതെ നമുക്ക് പോയി നോക്കാം. വാ.
നിങ്ങൾ അവിടെ ഒന്ന് നിന്നേ. തിരുമേനി, ഞങ്ങൾ ആ യന്ത്രം നഷ്ടപ്പെട്ടു അല്ലേ? അത് നഷ്ടപ്പെടുത്തരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? അത് എങ്ങനെയോ എന്റെ കയ്യിൽ നിന്ന് പോയതാ. ഇതല്ലേ ആ യന്ത്രം? ക്ഷേത്രത്തിന്റെ പടിയിറങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തിയല്ലോ. മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയതല്ല തിരുമേനി, എന്റെ കയ്യിൽ നിന്ന് അറിയാതെ മിസ്സായതാ. ഇനി അങ്ങനെ സംഭവിക്കരുത്. ദാ ഇത് കൂടെ കൊണ്ടു നടക്കുമ്പോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊരു നിസ്സാര യന്ത്രമല്ല. അതുകൊണ്ടാണ് നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞത്. എതി, നീ ഇത് സൂക്ഷിച്ചു പിടിക്ക്, ഇനി കളഞ്ഞു പോകരുത്.